മോനുകുട്ടൻ ഈ അനാറ് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു അനാറ് വാങ്ങിച്ചിട്ട് വരണമെന്ന്. എനിക്ക് അത്ര ഇഷ്ടമല്ല, കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കീമോയുടെ സമയത്തൊക്കെ ഇത് കഴിച്ച് അങ്ങോട്ട് മടുപ്പായതാണ്. അത് കാണുമ്പോഴും നമുക്ക് ആ ഒരു സമയത്തെ വേദനയും പ്രയാസവും വിഷമവും ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഓർമ്മ പറഞ്ഞപ്പം കഴിക്കേണ്ടി വന്നാൽ കഴിക്കണം, എന്നാലും അതിനോട് അത്ര താല്പര്യം ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഇല്ല കേട്ടോ. അപ്പം ഞാൻ മോനുകുട്ടന് വേണ്ടി അനാറ് വാങ്ങിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇതേപോലെ ഒരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട്, കാണിക്കാതെ പ്ലം. അപ്പം ഞാനിത് വാങ്ങിച്ചേ. അഴകുള്ള ചക്കയിൽ ചുളയില്ലെന്ന് പറഞ്ഞ പോലെ ഈ ഭംഗിയേ ഉള്ളൂ, വലിയ അപാര രുചിയൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ് അല്ലേ. ഈ കാണുന്ന ഭംഗിക്കത്ത മധുരമോ രുചിയോ ഒന്നും ഇതിന് എനിക്ക് തോന്നിയില്ല. ഇനി ഇതിൻ്റെ വെറൈറ്റി വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ കഴിച്ചു, എനിക്കിഷ്ടമാണ്. വലിയ പുളിയില്ല, വലിയ മധുരവും ഇല്ലാത്ത ഒരു ഫ്രൂട്ട്. ഇത് ചുമ്മാ ഒരെണ്ണം കഴിക്കാൻ എടുത്തപ്പോൾ എനിക്ക് ലവലോലിക്കയില്ലേ, ലവലോലിക്ക, അതിന് നല്ല പുളിയല്ലേ, അതാണ് ഓർമ്മ വന്നത്. പക്ഷെ അത്ര പുളിയൊന്നുമില്ല. ഇത് ജാം ഉണ്ടാക്കാനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മെനക്കേട്, അതുമല്ല പഞ്ചസാരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചു കേൾക്കുന്നത്. ഞാൻ ഇതെല്ലാം 5-6 അമ്മയ്ക്ക് കൊടുക്കും. അമ്മ എന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിൻ്റെ അരി ഇട്ടാൽ കിളിക്കുമോ എന്ന്. ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ആരോ എന്തുവായിരുന്നു ആ ഫ്രൂട്ടിൻ്റെ പേരെന്തോന്നു, മുള്ളാത്ത മുത്തിൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് കൊണ്ട് തന്നായിരുന്നു, അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ആ കൊണ്ടുവന്ന് ഞാൻ കഴിച്ചതിൻ്റെ അരി പാകി അമ്മ അതിൻ്റെ തൈ വളർത്തിയെടുത്തായിരുന്നു. നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ടായിരുന്നു, പക്ഷെ വീട് പണി വന്നപ്പം അതെല്ലാം പോയി കേട്ടോ. അതുപോലെ ഇനി ഇതിനും ട്രൈ ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളുടെ കൂട്ടത്തിൽ ഇതിൻ്റെ പേരുണ്ടോ എന്ന് കമൻ്റ് ഇടേ.